ഏകദേശം സ്ഥാനാർത്ഥി പട്ടികയൊക്കെ എല്ലാ പാർട്ടിക്കും ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ CPM-ന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ CPM സിറ്റിംഗ് MLA-മാരെയാണ് മുഴുവൻ നിർത്തിയിട്ടുള്ളത്. ഇത് CPM-ന്റെ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കേൾക്കുന്നു പെൻഷനൊക്കെ നേരത്തെ കൊടുക്കാൻ പോകുന്നു എന്നും കേൾക്കുന്നുണ്ട്. പെൻഷൻ എത്രയോ ശതമാനം ഇവർക്ക് വോട്ടുണ്ടെന്ന് ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല എടുക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട, ഇങ്ങനെ 3 സ്ഥലത്തെ MLA-മാരെ കാര്യം നമുക്ക് എടുക്കാം. ഇതിൽ നെയ്യാറ്റിൻകര തന്നെയുള്ള ഒരു സുഹൃത്ത് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിത് സംസാരിക്കുന്നതിൻ്റെ കാരണം. അദ്ദേഹം ഇതിൽ പറയുന്നത് അവിടെ ദേശീയപാത ഇരട്ടിപ്പ് രാഹുലിനെ അറിയാം. പാറശാല വരെയുള്ള ദേശീയപാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണാനും, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രിക്ക് ഇവർ നാട്ടുകാർ കുറച്ച് കാര്യങ്ങളൊക്കെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പേപ്പറൊക്കെ വലിച്ചു കയറി കുപ്പത്തൊട്ടി കളയുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. 2-3 MLA-മാരാണ്. കാട്ടാക്കടയിൽ ഈ പറയുന്ന രീതിയിൽ IV സതീഷ്, നെയ്യാറ്റിൻകരയിൽ ആൻസലൻ, മറ്റത് ഹരീന്ദ്രൻ, പാറശാല, ഇവരെല്ലാം എത്രാമത്തെ ടൈം മത്സരിക്കുന്നതെന്ന് അറിയാമോ? ഇവരെല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് ഇപ്പൊ കണ്ണൂരുള്ള സഖാക്കൾക്ക് ഒരു നീതി, അല്ലെങ്കിൽ കോഴിക്കോടുള്ള സഖാക്കൾക്ക് ഒരു നീതി, തെക്ക് നാട്ടിലെ MLA-മാർ അവരുടെ കാര്യങ്ങൾക്കെല്ലാം അവരെ മാറ്റി നിർത്താൻ ഇത് ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ എഴുതിയ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഈ പാർട്ടിയിൽ ആൻസലിനുമായും IB സതീഷുമായും ഹരീന്ദ്രൻ നായരുമായിട്ടും ഒക്കെ തന്നെ വളരെ അടുപ്പുള്ള, ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ 3 MLA-മാരെ കുറിച്ചും പാർട്ടിക്കാർ പറയുന്നത് വളരെ നല്ല പേരാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഈ പറയുന്ന നമ്മൾക്ക് പൊതുസമൂഹം ഇവരെ വോട്ട് ചെയ്ത് പറഞ്ഞയക്കുന്നു. പക്ഷെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയിലെ ആൾക്കാർക്ക് വേണ്ടി. ഇപ്പോൾ അവസാനം കേൾക്കുന്നത് താൽക്കാലിക നിയമനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇടപെട്ട് 60-70 പേർക്ക് താൽക്കാലിക നിയമനം ഉണ്ടാക്കി കൊടുത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി ഇടങ്ങളിൽ ഇവർ ഈ പറയുന്ന വീണ്ടും ഇവരെ നിർത്തുന്നത് പാർട്ടി ഇവർ ജോലി വാങ്ങിച്ചു കൊടുത്തവർ, ഇവർ എന്തെങ്കിലും ചെയ്ത പാർട്ടിക്കാർ അവരുടെയൊക്കെ വോട്ട് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. സത്യത്തിൽ അത് കണക്കാക്കി തന്നെയാണ് വീണ്ടും ഇവർ നിർത്തിയിട്ടുള്ളത്. അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഇവിടെ ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഈ പാർട്ടിക്കാരല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലേ? സ്വാഭാവികമായിട്ടും CPM ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ് CPM എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും CPM ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ വോട്ടുകൾ നമുക്ക് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളവർക്ക് അങ്ങനെ ചിന്തയിലുള്ള വീടുകളെ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് അവർക്ക് എന്തെങ്കിലും താൽക്കാലിക ജോലികൾ നൽകുക എന്നത് CPM-ന്റെ പഴയ കാലത്തെ പണ്ട് തൊട്ടേ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പൈസ വാങ്ങിക്കാനാണെങ്കിൽ ഞങ്ങളല്ലേ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചത്, കാശ് എടുക്കുക എന്ന് പറഞ്ഞ് പിരിവിന് ചെല്ലാൻ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെല്ലാൻ കഴിയും ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് ലഭ്യ പിരിക്കുന്നതാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ജോലി കൊടുക്കുക, അത് CPM-ന്റെ ഒരു അജണ്ടയായിട്ട് CPM പലപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികൾ റോഡിലിറങ്ങി സമരം ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് നിയമനം നടക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ തന്നെ അത് അവർ ഇപ്പോ CPM അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള PSC ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് പെൻഷന്റെ കാര്യം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ പെൻഷന് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ പെൻഷൻ സർക്കാർ കൊടുക്കുന്നത്. സർക്കാർ ഇതിന് കൂട്ടി എന്ന് പറഞ്ഞ് പെൻഷൻ താണ്ട് ഞങ്ങൾക്ക് 2000 ആക്കാൻ പോകുന്നു, 3000 ആക്കാൻ പോകുന്നു, 5000 ആക്കാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ CPM എന്താണെങ്കിലും പെൻഷൻ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് പെൻഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തേക്ക് പെൻഷൻ ഇല്ലായിരുന്നു. പെൻഷൻ എല്ലാം കൊടുക്കാൻ കാശില്ല. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേക്കും കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും പെൻഷൻ കൊടുക്കണമല്ലോ. അപ്പോ പെൻഷൻ കാട്ടി വേണം വോട്ട് ചോദിക്കാൻ. 48 ലക്ഷം പേർക്ക് അങ്ങോട്ട് പെൻഷൻ ഉണ്ടെന്നാ പറയുന്നത്. അതെ, ഈ കേരള ഒട്ടുക്ക്. അതെ, സ്വാഭാവികമായിട്ട് ഇവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ ആളുകളാണ്. വേറൊരു കാര്യം രാഹുൽ ഇതിൽ പറഞ്ഞു, പെൻഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അർഹതയില്ലാത്തവർക്ക് പെൻഷൻ കൊടുത്തൊരു വിവാദം രാഹുലിന് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ്? അത് ഈ പറയുന്ന പാർട്ടിക്കാർ ഇടപെട്ട് അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, മക്കൾ അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ഇരിക്കുന്ന മക്കള്, ജീവിക്കാൻ വകയുള്ള മാതാപിതാക്കള്, അവർക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പെൻഷനുള്ള വീട്ടിൽ മറ്റേ ആൾക്ക് ഈ അതായത് സർക്കാർ ജോലി പെൻഷൻ വാങ്ങിക്കുന്ന ആളിനോടൊപ്പം ഇപ്പൊ ഭാര്യക്കുണ്ടെങ്കിൽ ഭർത്താവിനും പെൻഷൻ പാർട്ടിക്കാരനാണ് ആയത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് അവസാനം എങ്ങും എത്താതെ പോയത് ഓർമ്മയുണ്ടോ? അതെ, ആ അന്വേഷിച്ച് വന്നപ്പോ എല്ലാം പാർട്ടിക്കാരാ. അത് മാത്രമല്ല, ഇപ്പോ സാധാരണ 1-2 പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ പെൻഷൻ വെട്ടിക്കുറച്ചു. അതാണ് ഞാൻ പറഞ്ഞേ, കണ്ടുപിടിച്ച് വന്നപ്പോ പാർട്ടിക്കാർക്കാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അല്ല, പാർട്ടിക്കാർക്ക് മാത്രമല്ല, അതുകൊണ്ടാ സാധാരണ അതായത് അർഹതയല്ല, ക്ഷേമനിധി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പെൻഷൻ വെട്ടി കുറച്ചിട്ടുണ്ട്.
അതായത് ക്ഷേമനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ തന്നെ ഇവര് കശുവണ്ടി തൊഴിലാളികൾ അങ്ങനെ ഇവരെല്ലാം ആ സമയത്ത് അങ്ങോട്ട് കൊടുത്തിരുന്ന പൈസയാണ് സർക്കാർ തിരിച്ചു കൊടുക്കുന്നത്. ജോലി ചെയ്യുന്ന അതെ, അങ്ങനെയുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ വെട്ടി കുറച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പെൻഷൻ കിട്ടുന്നവർക്ക് മറ്റേ പെൻഷൻ ഇല്ലാത്ത രീതിയിലേക്ക് ജോലിയിൽ നിന്ന് കൊടുത്തൊരു വിഹിതമാണ്. അതെ, അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പെൻഷനുകൾ വെട്ടി കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 2, 3, 4 പെൻഷൻ വാങ്ങിച്ചവർക്കെല്ലാം ഒറ്റ പെൻഷനിലേക്ക് സർക്കാർ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ സഖാക്കൾ ഇവർക്ക് പാർട്ടി ആവുമ്പോഴവർക്ക് കൊടുത്ത കഥ വന്നിട്ട് അത് അന്വേഷണം വെളിയിൽ വന്നില്ലല്ലോ. അതുമുണ്ട് ഇതുമുണ്ട്. അതായത് ഇപ്പോ സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ ഈ അന്നത്തെ കാലത്ത് പെൻഷൻ അവസാന കാലത്ത് കിട്ടുമെന്ന് പറഞ്ഞ് പല സ്കീമിനും കൊണ്ടു പൈസ ഇട്ടത് അത് അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ്. അത് രാഹുൽ നമ്മുടെ തൊഴിൽ മേഖലയിലുണ്ട്, നമ്മുടെ ജോലിയിൽ നിന്ന് ഒരു വീതം നമ്മൾ കൊടുക്കുന്ന അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ പെൻഷൻ കിട്ടത്തില്ല. അപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യരെന്ത് ചിന്തിക്കും? ഇപ്പോൾ ആളുകളൊക്കെ പെൻഷന് വേണ്ടി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഒന്നാമത് അല്ലെങ്കിൽ സർക്കാരിന്റെ പെൻഷൻ കിട്ടും, നമ്മൾ ഒരു പെൻഷൻ സ്കീമിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ചെല്ലുമ്പം സർക്കാരിന്റെ പെൻഷൻ കിട്ടാതാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് കൊടുത്തിട്ട് പെൻഷൻ കിട്ടുന്നതിനേക്കാൾ നല്ലത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പെൻഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് സാധാരണപ്പെട്ടവരൊക്കെ ക്ഷേമനിധിയൊക്കെ അടയ്ക്കാറായി. ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാലഘട്ടത്തിൽ, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ മന്ത്രിമാർ എത്ര കണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോ മരുമോന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം. മരുമോന്റെ അടുത്ത് ചെല്ലുന്ന പേപ്പറുകൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇട്ടേക്കുന്നതാണ്. ഇവരൊക്കെ തന്നെ ഇത് പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി പറയുകയാണ്, ഈ 3 മന്ത്രിമാരും 3 MLA-മാരും എനിക്ക് വളരെ താല്പര്യമുള്ളവരാണ്. ഈ കത്തുകൾ ഇവരിൽ കൊടുത്ത് ഇവരുമായി ചർച്ച നടത്തിയിട്ട് കൊടുക്കുന്ന ഈ ഒരു കത്തുകൾക്കും ഈ മരുമോൻ മന്ത്രി ഒരു വക ടച്ച് ചെയ്തിട്ടേ ഇല്ല എന്നാ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും മരുമകൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മരുമകൻ കൊടുക്കും, ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കത്തില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ പറയുന്ന ഒരു പൊതുവികാരമുണ്ട്. അതായത് നമ്മൾ എല്ലാവരും നമ്മളിപ്പോ വോട്ടിംഗ് ദിനം ഒന്ന് വെക്കുക, നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ വ്യക്തിയും ഞാൻ ഇന്നാർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ രേഖപ്പെടുത്താൻ. ഈ കേരളത്തിൽ മാത്രമേ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. അത് റിപ്പോർട്ടുകൾ പലതും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ പാർട്ടിക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ അത് ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അത് സാധാരണപ്പെട്ട ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണോ അതോ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണോ എന്ന് സാധാരണപ്പെട്ട കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായതാണ് അല്ലെ ഈ തുടർച്ചയായിട്ടുള്ള ഭരണം. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ ഒരിക്കലും ഇല്ല. കോൺഗ്രസ്സുകാരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്കായിരിക്കും ജോലി കൊടുക്കുന്നത്. കോൺഗ്രസിന് എന്നുള്ള ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കാറില്ല, സ്വന്തം പാർട്ടിക്കാരെ പരിഗണിക്കാറില്ല. ഇതാണ് കോൺഗ്രസ് എന്നും നേരിടുന്ന ആക്ഷേപം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സ്വന്തം പാർട്ടിയിലുള്ള ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതൊരു ശരിയായ നടപടിയാണെന്ന് നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോ സ്വാഭാവികമായിട്ട് അറിയാം, പഞ്ചായത്തുകളിലൊക്കെ ഒരാളെ എടുക്കുന്ന സമയത്ത്, താൽക്കാലികമായിട്ടാണെങ്കിൽ എടുക്കുന്ന സമയത്ത് പാർട്ടി നോക്കിയാണ് കൊടുക്കുന്നത്. ഇടതുപക്ഷമാണെങ്കിൽ പാർട്ടി നോക്കി കൊടുക്കും. കോൺഗ്രസ് ആണെങ്കിൽ ഇന്റർവ്യൂ വിളിച്ച് 10 പേരെ വിളിച്ചിരുത്തിയിട്ട് ഒരാൾക്ക് കോൺഗ്രസ് ജോലി കൊടുക്കും. ബാക്കിയുള്ളവർക്കെല്ലാം യോഗ്യരായിട്ടുള്ള ആരാണോ അവർക്ക് വോട്ട് കൊടുക്കും. ഇതാണ് കോൺഗ്രസ് പാർട്ടിയും CPM തമ്മിലുള്ള വ്യത്യാസം എല്ലാ കാലത്തും. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരിക്കൽ നിർത്തിയിരുന്ന MLA-മാരെ വീണ്ടും നിർത്തുമ്പോൾ അദ്ദേഹം മനസ്സിൽ കരുതുന്നത് ഇവരെല്ലാം വീണ്ടും ജയിച്ചു വരുമെന്നാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്കിടയിൽ ഇവർക്ക് എത്ര ഹോൾഡ് ഉണ്ട് എന്നുള്ളൊരു തെളിവാണ്. കാര്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്ന ആളിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നോ അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ ആൾ അത് അത്ര പ്രശസ്തനല്ലാത്ത ഒരാളായതുകൊണ്ടാണ് പേര് പറയാത്തത്. പക്ഷെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. കാര്യം അത് അങ്ങനെ നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. കാര്യം ഞാൻ ആ നാട്ടുകാരൻ കൂടെയാണ്. അത് മാത്രമല്ല, പൊതുവിൽ അങ്ങനെ തന്നെയല്ലേ നടക്കുള്ളൂ അല്ലെ രാഹുൽ എന്ന് പറയുന്നത്? അങ്ങനെ സ്വാഭാവികമായിട്ട്. കാര്യം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അറിഞ്ഞത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 2 സീപ്പർ തസ്തികയിലേക്ക് പാർട്ടി അനുഭവമുള്ള ഒരു അമ്മ മകളെയും കൊണ്ട് ചെല്ലുകയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നു പൊയ്ക്കോളൂ, നമ്മൾ വേണ്ടത് ചെയ്യാമെന്ന്. 2-3 ദിവസം കഴിയുമ്പോൾ അവരറിയുന്നു പാർട്ടിയിലെ തന്നെ എത്രയോ സ്ത്രീകളെ എംപ്ലോയ്മെന്റ് കൂടെ ഉൾപ്പെടുത്തി ശിവൻകുട്ടി തന്നെ ഇടപെട്ട് ഒരു 60 പേർക്ക് അങ്ങോട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പാർട്ടിക്കാരനാണെങ്കിൽ എല്ലാ ആനുകൂല്യവും കിട്ടിക്കോളും. എന്നിട്ട് ജയിപ്പിക്കാനായിട്ട് എല്ലാവരെയും പിറകെ വോട്ട് ചോദിച്ച് ചെല്ലണം. എല്ലാവരും ജയിപ്പിച്ച് വിടുക. എന്നിട്ട് പാർട്ടിക്കാർക്ക് അവർ
വേണ്ടത് ചെയ്യുകയും ചെയ്യും. ഇനി അങ്ങനെ തന്നെ പോകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ജനമാണ്, അല്ലെ? അതെ. മാറി ചിന്തിക്കേണ്ടത് ജനമാണ്.